രചന രാഹുൽ ശിവാനന്ദൻ. ശബ്ദം നൽകുന്നവർ ഒ ശ്രീധരി, രാജ അസീസ്, അനഘ എ വി, ദുർഗ രാജു, ആർ രാജേശ്വരി, ഭദ്ര സി അനീഷ്, ആറ്റുകാൽ പ്രദീപ്, സന്ധ്യ വേറ്റിനാട്, സൊഹറ മമ്മു, ബിജു കലുവാതുക്കൽ. സംവിധാനം റൂബി ബാബു. മോള് സ്വപ്നം കണ്ടോ? അമ്മ നല്ല കാറ്റുള്ള കുറ്റാ കൂരിട്ടുള്ള ഒരു സ്ഥലത്ത് എന്റെ അമ്മ ഒറ്റയ്ക്ക് നീ കാണാതെ കരയുമോ? അമ്മ മോളേന്ന് വിളിച്ച് കരയുന്നു. കരയില്ലേ മോളെ, കരയില്ലേ. എന്റെ പൊന്നിനെ കാണാൻ അമ്മ വരും. എന്നിട്ട് ഇത്രയും നാള് വന്നില്ലല്ലോ അമ്മൂമ്മേ. വരും. അമ്മൂമ്മ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മോൾക്ക് ഈ അമ്മൂമ്മ ഇല്ലേ? കൃഷ്ണന്റെ അമ്പലത്തില് പ്രാർത്ഥിച്ച അമ്മ വരൂന്ന് പാറക്കുട്ടി പറഞ്ഞിട്ട് ഞാൻ എന്നും പോയി പ്രാർത്ഥിച്ചല്ലോ. എന്നിട്ട് എന്താ വരാത്തെ? വരും മോളെ. ലച്ചുമോളെ കാണാൻ ഓടി വരും അവള്. അന്ന് അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞില്ലേ, ആ സങ്കടത്തില് പാത്തിരിക്കുക നമ്മളെയൊക്കെ ഒന്ന് വിഷമിപ്പിക്കാൻ. പണ്ടേ വാശിക്കാരിയല്ലേ മൂക്കത്താ ചുണ്ടി. അവള് വാശി കാട്ടട്ടെ. ആ പുഷ്പ മീനും കൊണ്ട് വരണ നേരമായി. ലച്ചുമോള് വേഗം എഴുന്നേറ്റ് റെഡി ആയിക്കേ. സ്കൂളിൽ പോകണ്ടേ? അമ്മൂമ്മ നല്ല പാലട ഉണ്ടാക്കി തരാം കേട്ടോ. വേഗം റെഡിയാവും മോളെ. ആ ഭാഗ്യമേ, അയലേ മത്തിയും ചെമ്മീനും ചൊർഗവും ഒക്കെ ഉണ്ട്. ആ ശരിയാ, ഇന്നലത്തെ മത്തി നല്ല ചേലായിരുന്നു. കറി വെച്ചത് അപ്പടെ ഇവിടെ ഇരിപ്പുണ്ട്. തൊട്ടിട്ടില്ല ഇവിടെ അപ്പനും മോനും. ഭാരതിയമ്മയ്ക്ക് ഇഷ്ടായില്ലെങ്കിൽ അത് പുഷ്പ കറി വെച്ചോളാം. പക്ഷെങ്കി അപ്പന്റെ മോന്റെ കാര്യം എന്നോട് പറയല്ലേ. അല്ല, എന്തായി? ദേവിയെ പറ്റി വല്ല വിവരവും ഇല്ല. ഇവിടുത്തെ അപ്പന്റെ മോന്റെ ശല്യം കാരണം ദേവിമോള് നാട് വിട്ടുപോയതാന്നാ കരക്കമ്പി. കുറെ പേരൊക്കെ വിശ്വസിക്കണുണ്ട്. പറഞ്ഞു വന്നാൽ ആ കുട്ടിയുടെ ആരാ സുധാകരേട്ടെ? രണ്ടാനച്ഛൻ. സുധിയോ അയാൾ ആദ്യ ബന്ധത്തിലെ മോനും. കെട്ടിയോ മരിച്ച് കുട്ടിയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ദേവിമോടെ ജീവിതം തീർന്നോന്ന്. നല്ല തറവാട്ടി പറഞ്ഞ നിങ്ങൾ എന്തിനാ ഭാരതിയമ്മേ ആ കാട്ടാള സുധാകരനെ ജീവിതത്തിൽ കൂട്ടുപിടിച്ചത്? പറ്റിപ്പോയി. ഗംഗേട്ടന്റെ മരണത്തോടെ ജീവിതത്തിൽ തനിച്ചായപ്പോൾ മോളെയും കൂട്ടി മരിക്കണമെന്നാ കരുതിയത്. പിന്നെ ഇപ്പോഴോ? കുറ്റപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ, വിഷമം കൊണ്ട് പറഞ്ഞതാ. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതാക്കാൻ ഒരു പേപ്പർ കൊടുക്ക്. ആ ദേ, ഈ ചെമ്മീനെ ലച്ചൂട്ടിക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്ക്. നിന്റെ വകയാന്ന് പറഞ്ഞാ മതി. അയ്യോ വേണ്ട പുഷ്പേ, ഞാൻ പൈസ തരാം. എല്ലാ ബന്ധത്തിലും എപ്പോഴും കാശാണോ ഭാരതിയമ്മ ആധാരം? അല്ലല്ലോ. ഷോ, ഇത് വാങ്ങുന്നേ. എന്റെ മുന്നിൽ പെറ്റിട്ട കുഞ്ഞിനാ ഞാൻ തരണേ. എന്നാ നിന്റെ ഇഷ്ടം പുഷ്പേ.
കാര്യങ്ങളല്ലേ പറഞ്ഞത്. ലക്ഷ്മി സ്റ്റാൻഡപ്പ്. ലക്ഷ്മിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ മോശമാണല്ലോ. മലയാളം ടീച്ചർ ഒഴിച്ച് മറ്റെല്ലാവർക്കും പരാതിയാ നിന്നെ പറ്റി. എന്താ, എത്ര പറഞ്ഞാലും പഠിക്കണ്ടെന്നാണോ തീരുമാനം? ടീച്ചർ, അത് വാ തുറന്നു പറയാൻ. എല്ലാ വിഷയങ്ങൾക്കും കൂടി കിട്ടിയ മാർക്ക് വീട്ടിൽ കൊണ്ടുപോണേല് ആരെയും വിളിക്കേണ്ടി വരുമല്ലോ നിനക്ക്. കണക്കിന് 4, മലയാളത്തിന് 12, ഇംഗ്ലീഷിന് ഒന്നുമില്ല, ഒരു ആനമുട്ട. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 2 ആഴ്ചയാവുന്നുള്ളൂ. നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് 1 ആഴ്ചയും. നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ടീച്ചറെ, സ്വപ്ന ടീച്ചറെ, ഒരു മിനിറ്റ്. പ്യൂൺ ജോസൂട്ടിയാണ്. എന്താ ജോസേട്ടാ? അതെ, ആ കുട്ടിയില്ലേ ലച്ചു, അതിന്റെ അമ്മയാ കാണാണ്ടായത്. കാണാതായെന്നോ? 5-6 മാസം മുമ്പ് കാണാണ്ടായതാ. പത്രത്തിലും ടിവിയിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അയൽവക്ക. അതിന്റെ അവസ്ഥ ഇത്തിരി പരിതാപകര. വഴക്കൊന്നും പറയണ്ട. കഷ്ട ആ കുട്ടിയുടെ കാര്യം. ജോലി തേടി പോയതാ അതിന്റെ അമ്മ. പിന്നെ കണ്ടിട്ടില്ല ആരും. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ആർക്കറിയാം. അപ്പൻ ഇതിന്റെ മുഖം കാണുന്നതിന് മുമ്പേ ഒടുങ്ങിയതാ. അയ്യോ, ആ പേരില് അവന്റെ വീട്ടുകാര് ഈ കൊച്ചിനെ തിരക്കത്തില്ല. പെൺകൊച്ചല്ലേ, ബാധ്യതയായാലോ എന്ന് കരുതി കാണും. പിന്നെ ആകപ്പാടെ ഉള്ളത് അമ്മയുടെ അമ്മയാ. അവരെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഇത് നോക്കണ്ട്. കഷ്ടം. വേറെ ആരും? പേര് പറയാൻ അപ്പൂപ്പനും അമ്മാവനും ഒക്കെ ഉണ്ട്. കള്ളിനും കഞ്ചാവിനും അഡിക്റ്റായ 2 ചെറുത്താന്മാര്. ലഹരി മൂക്കുമ്പോ അവരുടെ ശകാരവും ഉപദ്രവവും ഒക്കെ ഇത്തിരി പോന്ന ഈ കുഞ്ഞിനോടാ. ഒരിക്കൽ ഞങ്ങളൊക്കെ ഇടപെട്ടതാ. എന്നാലും ഉണ്ടെന്നേ, അവന്മാരെ നാട്ടുകാർക്ക് പേടിയാ. അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഈ കൊച്ചിനെ നമ്മളൊക്കെ കൂടി വഴക്ക് പറഞ്ഞ ദൈവം പുരം പൊറുക്കോ ടീച്ചറെ? പാറക്കുട്ടി, നിൽക്കടി, ഞാനും വരുന്നു. വേഗം ഓടി വാടി. നീ എന്താ എന്നെ കൂട്ടാതെ പോയെ? എനിക്കിന്ന് ട്യൂഷന് പോണം. പിന്നെ അവിടുന്ന് ലയചേച്ചിയും മുരുകണ്ണനെ ഒക്കെ കൂട്ടി പഞ്ചവൻകാവില് പോണം. എന്നിട്ട്? എടി പൊട്ടി, ഞാൻ പറഞ്ഞിട്ടില്ലേ, അവിടെ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും. പക്ഷേ ഒരു കാര്യത്തിൽ പേടി എല്ലാവർക്കും. അതെന്താടി? എടി, പഞ്ചവൻകാവില് ഭ്രാന്തിയമ്മയുണ്ട്. ഭ്രാന്തിയമ്മയോ? 10 ആനയുടെ ശക്തിയാ ഭ്രാന്തിയമ്മയ്ക്ക്. നമ്മള് കുട്ടികളെ കണ്ട പിടിച്ചു തിന്നാത്ര. എന്നാ നീ പോണ്ടടി. പോണം. പോയില്ലേലും മൂർത്തി പിണങ്ങും. എന്നെ എല്ലാ വിഷയങ്ങൾക്കും ജയിപ്പിച്ചാൽ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാമെന്ന് ലേച്ചിച്ച് നടന്നതാ. അയ്യോ, അപ്പൊ ഭ്രാന്തിയമ്മ കാണില്ലേ? കാണാതെ പോണം. എപ്പോഴും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യമാടി. മല കയറി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും. അച്ചിട്ടത്. ഞാൻ പോയാ എന്റെ അമ്മ വരുമോ? വരുന്നോ? പറന്നു വരും. ലേച്ചേച്ചിക്ക് 8ാം ക്ലാസ് ജയിച്ചപ്പോൾ വാച്ച് കിട്ടിയ കണ്ടോ? മുരുകണ്ണന് സൈക്കിൾ കിട്ടിയില്ലേ? എല്ലാം പോട്ടെ, നമ്മുടെ ക്ലാസ്സിലെ പാത്തുവിന്റെ വീട്ടിലെ ആട്ടുംകുട്ടി എങ്ങനെ പുലി പിടിക്കാണ്ട് രക്ഷപ്പെട്ടെ? ആണോ? പിന്നല്ലാതെ. നീ പ്രാർത്ഥിച്ചോ, നിന്റെ അമ്മ എവിടെ ആയാലും നിന്നെ തേടി വരും. കഞ്ഞി കോരി കുടിക്കുമോളെ. ആ പയറും കൂടി ചേർത്ത് അങ്ങ് കഴിച്ചേ. ആ, അങ്ങനെ മിടുക്കി കുട്ടി. അമ്മമ്മേ, ഈ പഞ്ചവങ്കാവ് ഇവിടുന്ന് കുറെ ദൂരമുണ്ടോ? കുറച്ചു ദൂരമുണ്ട്. എന്തേ? അവിടെ ഭ്രാന്തിയമ്മയുണ്ടോ?
എന്തു പറ്റി കുട്ടിയെ? പഞ്ചവങ്കാവ്, പ്രാന്തിയമ്മ, എന്താ നിനക്ക് എന്താ അറിയേണ്ടത്? ഭ്രാന്തിയമ്മ കുട്ടികളെ തിന്നു. ഇതൊക്കെ ആരാ ലച്ചു നിന്നോട് പറഞ്ഞു തരണേ? നീ ഇരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഭ്രാന്തിയമ്മയ്ക്ക് 10 ആനയുടെ ശക്തിയുണ്ടോ? 10 ആനയുടെ ശക്തിയോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ലച്ചുവേ? നീ ഒരു പൊട്ടി കുട്ടി തന്നെ. ഭ്രാന്തിയമ്മ നാടകം 1-ാം ഭാഗം സമാപിക്കുന്നു. രചന രാഹുൽ ശിവാനന്ദൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഭാരതിയമ്മ ഒ ശ്രീധരി, ലക്ഷ്മി അനഘ എ.വി, പാറുക്കുട്ടി ഭദ്ര സി അനീഷ്, സ്വപ്ന ടീച്ചർ ആർ രാജേശ്വരി, ജോസേട്ടൻ ആറ്റുകാൽ പ്രദീപ്, പുഷ്പ സൊഹറ മമ്മു. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം VN ദീപ, N സുനിത, ബിജു കല്ലുവാതിക്കൽ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.